ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾക്കൊരു മരണറിയിപ്പുണ്ട്. അപ്പോൾ അതിന് പോവണ്ട. ഞങ്ങളുടെ പ്രിയേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മായിയായിട്ട് വരും കേട്ടോ. എന്നാലും പോകേണ്ടതാണ്. പ്രിയേച്ചിയുടെ വീടിൻ്റെ അപ്പുറത്താണ്. പ്രിയേച്ചിൻ്റെ പെങ്ങളുണ്ട് കേട്ടോ, ഞാൻ പറയാറുണ്ട് ഇല്ലേ. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ. അമൽ മോനൊക്കെ സ്കൂളിലൊക്കെ വിട്ടിട്ട് അതിന് ശേഷം ഇട്ടാണ് ഞങ്ങൾ പോരുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും സ്കൂളില്ല, അന്ന് ശാസ്ത്രമേളയുള്ള കാരണം അവർക്കൊക്കെ ലീവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു പാടത്തിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ ചേച്ചിയോടേക്ക് പോകുന്നത്. അപ്പോൾ ആ സൈഡിൽ കൂടെ മുല്ലശ്ശേരി കഴിഞ്ഞിട്ടുള്ള ഒരു പാടാണ് കേട്ടോ. പക്ഷേ ആ പാടത്തിൻ്റെ അവിടെ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു കാണാൻ. ആമ്പലൊക്കെ വിരിഞ്ഞിട്ട് നിന്നിട്ട് എന്തൊരു ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ആനന്ദഭവനിലൊക്കെ എത്തി. ടിഫിൻ കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പം ഞാൻ തൈര് വടയൊക്കെ കഴിക്കാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ പ്രേക്ഷേട്ടൻ എന്താ നെയ് റോസ്റ്റൊക്കെ പറഞ്ഞു. എനിക്കൊരു ഭയങ്കര ക്ഷീണമുണ്ട് ഗൈസ്. ഇന്നലെ രാത്രി നേരം വൈകി ഉറങ്ങി, ഇന്ന് നേരത്തെ എനിക്ക് എൻ്റെ ഒരു ക്ഷീണം. അങ്ങനെ പ്രേക്ഷേട്ടൻ്റെ എന്താ പറഞ്ഞ് നെയ് റോസ്റ്റൊക്കെ വന്നു കിട്ടാം. പ്രേക്ഷേട്ടൻ നെയ് റോസ്റ്റ് വന്നപ്പോൾ ആരാധ്യമോൾ ഞെട്ടിപ്പോയി. കാരണം അതിൻ്റെ വലിപ്പം കണ്ടിട്ട് അയ്യോ ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനില്ല. അപ്പോൾ ആരാധ്യ നെയ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നെയ് റോസ്റ്റ് വേണ്ട, എനിക്കും തൈര് വട മതി എന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ എൻ്റെ ആരാധ്യയുടെ തൈര് വട വന്നു. വമ്പൻ ഫ്ലോപ്പായിരുന്നു ഗൈസ്. തൈര് വട വെറും തൈര് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വടട്ട പോലെയായിരുന്നു. ആ ഇട്ട വടയ്ക്ക് കുറച്ച് സോഫ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു, പക്ഷെ അതുപോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭൂരിയൊക്കെ അമ്മയും ആദ്യമോനുണ്ട ഭൂരിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൈര് വടയുടെ കാര്യം ഞങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ അവരത് എടുത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് നെയ് റോസ്റ്റ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആരാധ്യമോൾക്ക് നെയ് റോസ്റ്റ് വന്നു. ആരാധ്യമോളുടെ നെയ് റോസ്റ്റ് നല്ലോണം നെയ്യൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുള്ള നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഭൂരും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഐറ്റം നമ്മുടെ തൈര് വട ഒഴിച്ച് വെച്ചാൽ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നല്ല സൂപ്പറായിരുന്നു. തൈര് വട കഴിക്കാൻ നമുക്ക് ഭാരത് ഹോട്ടൽ തൃശ്ശൂരത്ത് തൈര് വട കഴിച്ചു. പിന്നെ വേറെ ഇവിടുത്തെ തൈര് വട കഴിച്ചാലും നമുക്ക് ഇഷ്ടാവില്ല ഗൈസ്. പക്ഷേ ഇവിടുത്തെ സാധാ ഒരു വട അവർ കൊണ്ടുവന്നു കേട്ടോ. നല്ല വടയായിരുന്നു. പക്ഷെ അങ്ങനത്തെ വട ഇട്ടാമായിരുന്നു. ഇവർ പഴയ തലേദിവസത്തെ വടയൊക്കെ എടുത്തിട്ടൊന്നും ഉണ്ടായില്ല. എന്തോ ഒരു ഫ്ലോപ്പ് പരിപാടി അവിടെ നടന്നുണ്ട്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞാൽ വേണം വേണ്ട എന്നുള്ള രീതിക്കാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഉറക്കം ശരിയല്ലാത്ത കാരണം ഭയങ്കര ടയേർഡായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ പോയിരുന്നത്. പിന്നെ ട്രാവലിംഗ് കൂടി ആകുമ്പോഴേ പിന്നെ ഭയങ്കര ഒരു ഇത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ബില്ല് ചെയ്യാൻ പോയപ്പോൾ അവിടെ ബീഡകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുക. അപ്പോഴേക്കും നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടിട്ട് ഗൈസ്. വെയിലാകും തോറും എനിക്ക് കൂടുതൽ കിടക്കാനുള്ള ടെൻഡൻസി കൂടി വരികയായിരുന്നു. പിന്നെ പ്രിയേച്ചിയോടെ പോയിട്ട് നമ്മളെ മരിച്ച വീട്ടിലൊന്ന് പോയിട്ട് കണ്ടിട്ട് ഞാൻ വന്ന് വീട്ടിൽ കിടക്കാമെന്ന് വിചാരിക്കണേ. പിന്നെ അമ്മയൊക്കെ അവിടെ ഇത് കഴിയണ വരെ നിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ചേച്ചിയുടെ വീടിൻ്റെ അവിടേക്കൊക്കെ എത്തിയിട്ട് ഗൈസ്. ചേച്ചിയുടെ വീടിൻ്റെ അവിടേക്ക് വഴിയൊന്നും ഉണ്ടായിരുന്നില്ല മുമ്പ്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി വഴിയൊക്കെ വാങ്ങിച്ച് സെറ്റായിട്ട് വഴി ചെറിയ നടക്കാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ ഇൻ്റർലോക്കിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ചെല്ലുമ്പോൾ തന്നെ ആകാശം പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങിയപ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പുറത്ത് മരിച്ച വീട്ടിലായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കയറിയിരിക്കണ്ട, നേരെ പോയിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് മക്കളെയൊക്കെ ഞാൻ അവിടെ നമ്മുടെ തിണ്ണാമ ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ചേച്ചിയൊക്കെ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് പോന്നു കേട്ടോ, വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ചേച്ചി വരുമ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ അവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കള്ളപ്പവും പിന്നെന്താ ഉള്ളിവട അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങളുടെ വയറ് നിറഞ്ഞിട്ട് അവിടെ നിന്ന് ഫുഡ് അടിച്ച് കണ്ടില്ല കൈസ്. ആ ഫുഡ് മുഴുവൻ കഴിച്ച ആൾക്കാർ ഇത് കണ്ട പിന്നെ കഴിക്കുമോ? എന്നാലും വിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് ശേഷമൊക്കെ ഞങ്ങൾ കഴിച്ചു. ചേച്ചിയുടെ വീട്ടിലിങ്ങനെ ചേച്ചി കുറേ പൂക്കളും ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കൂട്ടോ. ചേച്ചിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കളർഫുള്ളായിരിക്കണതാണ് ചേച്ചിക്ക് ഇഷ്ടം. ചേച്ചി എപ്പോഴും ചിരിച്ച് കളർഫുള്ളായിരിക്കണ ഒരാളുണ്ട് പ്രിയേച്ചി. അത് ആ മനസ്സിനെ ചേച്ചി വീട്ടിലും സെറ്റാക്കി വെച്ചിട്ടുള്ളു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറയാം. അതിൻ്റെ സമയമായിട്ടില്ല. അപ്പോൾ ആ ടൈം ആകുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും കുറച്ച് നേരം കിടക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. ചേച്ചി സ്കൂളിൽ ടീച്ചറാണ് കേട്ടോ, ഹിന്ദി ടീച്ചറാണ്. അപ്പോൾ ചേച്ചിക്ക് ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചി പറയണ്ട. ചേച്ചി ഈ പേപ്പർ നോക്കണ്ടായിരുന്നു, പക്ഷേ അതൊന്നും കൊടുന്നില്ല. അത് ഇന്ന് പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ ആരാധ്യമോള് പിണങ്ങിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് ആദ്യമോനായിട്ട് ഇടയ്ക്കിടക്കണ്ട അവിടെ നിന്നുള്ള ഈ പിണക്കം. ഇപ്രാവശ്യം ആദ്യമോനായിട്ടായിരുന്നില്ല പിണക്കം, നമ്മുടെ പ്രേക്ഷേട്ടനായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രിയേച്ചി പറയാം എന്തിനാ ചീത്ത പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പിണക്കത്തിൻ്റെ കാരണം പറഞ്ഞപ്പോൾ ചിരി വരും ഗൈസ്. അവരുടെ പിണക്കത്തിൻ്റെ കാരണം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് നമ്മൾ മണ്ണ് തപ്പും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ കിടക്കണം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി കുറച്ച് നേരം അവിടെ ഇരുന്നു. ചേച്ചി പറഞ്ഞു ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് കിടന്നു ഗൈസ്. ഞാനും ആരാധ്യമോളും കിടന്നു. ആരാധ്യമോളെ കുറച്ച് നേരം കിടന്നിട്ട് ആരാധ്യമോൾ എനിക്ക് പോയിട്ട് അവർക്ക് പറ്റില്ലല്ലോ, കിടത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ നല്ല സൂപ്പറായിട്ട് അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി.
പക്ഷേ ആ സമയത്ത് എൻ്റെ പ്രിയേച്ചിയുടെ നാത്തൂൻ്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനോടൊക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് ചേച്ചിയുടെ വീട്ടിലെ കഴിച്ചിരുന്നു. അതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചേച്ചി അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ തുടയ്ക്കാനും അടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ ചായ കുടിയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരാനുള്ള പരിപാടിയില്ല. അപ്പോൾ വീട്ടിലേക്ക് പോരുന്ന നേരത്ത് അമ്മായിനെ വിട്ട് വരാൻ പിള്ളേഴ്സിനൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേസ്. അമ്മായി ചെറിയ കുട്ടികളുടെ പോലെയാണ് നിൽക്കി. ഇതാണ്ടിട്ട് മാമനാണ് ശോഭേട്ടനാണ് കേട്ടോ. കസേരൊക്കെ എടുത്ത് ചേർന്നൊക്കെ ശോഭേട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുടി വെട്ടി അവിടെ പറയാം അധികം ഇതാവണ്ട കേട്ടാ എന്നൊക്കെ പറയും കേട്ടോ. തമാശ പറയാൻ നല്ല സൂപ്പറാണ് കേട്ടോ ശോഭേട്ടൻ. അങ്ങനെ നമ്മുടെ ആദ്യക്കൂട്ടന് ഷൂ ഒക്കെ ഇട്ട് ആരാധ്യമോളും ഒക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അപ്പുറത്ത് കാണുന്നതാണ് അവരുടെ തറവാട്. അവിടെയാണ് നമ്മുടെ വണ്ടി ഉള്ളത്. അപ്പോൾ അവിടെ അവരുടെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് വരാൻ പിള്ളേഴ്സിനൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ഗൈസ്. യാത്ര പറഞ്ഞ് പോരുക എന്നുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അന്നേക്കൊന്നും വരാറൊന്നുമില്ല. അവിടെ നിൽക്കും. അവിടെ അക്ഷയമോളില്ല. അക്ഷയമോള് ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂർ പഠിക്കാൻ പോയി എടുക്കുകയാണ്. അപ്പോൾ അവൾ അവിടെ ഇല്ല. അപ്പോൾ അക്ഷയമോളൊക്കെ ഉള്ളപ്പോൾ 2-3 ദിവസം നിൽക്കാനായിട്ട് വരാമെന്നൊക്കെ പറയും. നടക്കാറില്ല. കാരണം സ്കൂളിൽ പിള്ളേർസിന് സ്കൂളുണ്ടാവും. അപ്പോൾ എങ്ങനെ നിൽക്കാനാ? അപ്പോൾ ചേച്ചി പറയാം എന്നും നിൽക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുകയാണ്. പിള്ളേഴ്സിനൊക്കെ ഇവിടെ നിൽക്കണം എന്നുണ്ട്, നിങ്ങൾ കൊണ്ടുവരാണ്ടാണ്, എന്തായാലും കൊടന്നോളോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഞാനപ്പോഴേക്കും കാറിൽ കയറി പോരാനുള്ള പരിപാടിയില്ല. വേഗം വീട്ടിലെത്തിയിട്ട് നമ്മുടെ അമൽമോനൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തണേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീട്ടിലെത്തണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഫുഡ് എന്തെങ്കിലും നൈറ്റിലേക്കുള്ളത് വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് വാങ്ങിക്കുക. അപ്പോൾ അമൽ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും 7 മണിയാവും എന്നൊക്കെ. അങ്ങനെ അതൊക്കെ പ്ലാൻ ഇട്ടിട്ടാണ് വരുന്നത്. പ്ലാനിങ്ങൊക്കെ വിജയിക്കും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴും ചേച്ചി പോവാന്ന് പറഞ്ഞിട്ടും ചേച്ചി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് പോകാനൊരു വിഷമം. അങ്ങനെ അവിടെ നിന്നൊക്കെ പോരുന്ന വഴിക്ക് നല്ല വമ്പൻ മഴയായിരുന്നു ഗൈസ്. നമ്മളെ സൂപ്പർ ആദ്യം ഇങ്ങനെ കുഞ്ഞു തൂളൽ കണ്ടപ്പോൾ വിചാരിച്ച് ഇതത്ര വലിയ പെട്ടെന്ന് പെയ്യൊന്നുമില്ല, ഇത് കുഞ്ഞു തൂളലായിട്ട് അങ്ങനെ നിൽക്കുള്ളൂ, പെയ്യൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ അത് കുഞ്ഞു തൂളൽ പിന്നെ വലുതായി വന്നു ഗൈസ്. നല്ല ഉരുണ്ടൻ മണികളായിട്ട് ഇങ്ങനെ വീണു. നമുക്ക് കാറിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമാണ് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന്. പക്ഷേ വണ്ടി ഓടിക്കണവരുടെ കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞ്. വണ്ടിയിൽ ഓടിക്കണ ആളൊഴിച്ച് ഡ്രൈവർ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ മഴ പെയ്യുമ്പോൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു നല്ല സൂപ്പർ രസമായിരിക്കും കേട്ടോ. പക്ഷേ ഡ്രൈവറുടെ കാര്യം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. ഈ സംഭവം കണ്ണ് കാണൂ. അതുപോലെ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ നമ്മുടെ ഡിമ്മായിട്ടുള്ള ലൈറ്റ് അങ്ങനെയൊക്കെ ഇല്ലേ ഗൈസ്. അപ്പോൾ വലിയ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവർ വരുമ്പോൾ ഡ്രൈവർമാർക്കൊന്നും അത് സെറ്റാവില്ല. പക്ഷെ നമുക്ക് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല മഴയത്ത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. തിരിച്ച് വരുന്നത് ഞാനവിടെ കിടന്നുറങ്ങിയ കാരണം എനിക്ക് നല്ല ഉഷാറുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോഴേക്കും. അങ്ങനെ എന്നാലും എൻ്റെ ഒരു മനസ്സിലൊരു ഡൗട്ടുണ്ട്, അമൽമോൻ വരുമ്പോഴേക്കും എത്തണം. പക്ഷേ ഈ മഴയ്ക്കുള്ള കാരണം ഒരു എത്തുമോ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയൊരു ഇതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് പണിയൊക്കെ നടക്കണ കാരണേ ഈ മഴ പെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ ഇതൊക്കെ ആസ്വദിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് അവിടെ എത്താറാകുമ്പോൾ തൃപ്രയാർ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഫാൻസി സ്റ്റോറിൽ കയറിയിട്ട് ആരാധിക്ക് എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അതിന് ശേഷം നമ്മൾ കുഴിമന്തിയും ഐറ്റംസൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചില്ല, അമൽമോനെ കൊണ്ടു കൊടുക്കണമല്ലോ. അപ്പം അതിനായിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി മന്തിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോരുകയാണ്. കുറച്ച് മന്തി വാങ്ങിച്ചുള്ളൂ, 1.5 ഞങ്ങളുടെ മന്തി വാങ്ങിച്ചുള്ളൂ കേട്ടോ. കാരണം ഈ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫുഡ് അധികം കഴിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ദോശ വാങ്ങിക്കാനായിട്ട് നമ്മുടെ ദോശ ഹട്ടിൽ വന്നു. നമ്മുടെ ഹമീദ് കട ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഹമീദ് കട കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് അമ്മയ്ക്കൊരു പൊടി ദോശയും വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അമൽമോൻ ട്യൂഷനിൽ നിന്നൊക്കെ വന്ന് വാതിലൊക്കെ തുറന്ന് അവിടെ ഇങ്ങനെ നിൽക്കുക. കറക്റ്റ് ടൈമിനാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. അങ്ങനെ കുഴിമന്തിയൊക്കെ പ്ലേറ്റിലേക്കൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും കുഴിമന്തി തിന്നാനുള്ള പരിപാടിയില്ല. ആദ്യം ഞങ്ങളെല്ലാവരും വന്നുകൊണ്ട് കുളിച്ചുട്ടാ കൈസ. അതിന് ശേഷമാണ് കുഴിമന്തി തിന്നാൻ ഇരുന്നത്. അമൽമോൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം അമൽമോനോടും ഞങ്ങളും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ ശേഷം കുഴിമന്തി നല്ല സൂപ്പറായിട്ട് കുഴിമന്തി കഴിച്ചു. ഇന്ന് മുഴുവൻ പച്ചക്കറി ആയിരുന്നല്ലോ. അപ്പോൾ നൈറ്റ് കുഴിമന്തി കഴിക്കുമ്പോൾ നമ്മൾ നോൺ വെജ് കഴിച്ചപ്പോൾ ഒരു സുഖം. അങ്ങനെ 2 നേരമൊക്കെ വെജ് കഴിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു ഇതായി തുടങ്ങിയിട്ട്. അമ്മയ്ക്ക് നമ്മുടെ മസാല ദോശയായിരുന്നു കേട്ടോ, പൊടി ദോശയല്ല മസാല ദോശയായിരുന്നു കേട്ടോ അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും അമ്മയ്ക്ക് കൊടുത്ത് എല്ലാവരും കഴിച്ചു ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഗൈസ്. ഓക്കേ.